السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. والحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, കുഞ്ഞനുജന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ സംസാരത്തെ കേൾവിയെ ഒരു സാലിഹായ സൽക്കർമ്മമായി നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബുമായി ബന്ധപ്പെടുത്തിയും ഹൃദയത്തിന് ഇസ്ലാം സ്വീകരിക്കാൻ വിശാലത നൽകപ്പെട്ടവരെ സംബന്ധിച്ചൊക്കെയാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, 39-ാം അധ്യായം സൂറത്ത് സുമർ. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. നമ്മൾ 23 ആയത്തിലെടുത്ത് ഓർമ്മയുണ്ടോ? 23-22. ശരി, നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. الله نزل أحسن الحديث كتابا متشابها مثاني تقشعر منه جلود الذين يخشون ربهم കിട്ടിയില്ലേ? 39-ാമത്തെ അധ്യായം. تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ثم تلين جلودهم وقلوبهم إلى ذكر الله ومن ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. أفمن يتقي بوجهه سوء العذاب يوم القيامة
وقيل للظالمين ذوقوا ما كنتم تكسبون. طيب അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വിവരിക്കുന്നൊരു കാര്യം, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. അല്ലാഹു അല്ലേ, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല വചനങ്ങൾ അവതരിപ്പിച്ചു. ഏറ്റവും നല്ല വചനങ്ങൾ അവതരിപ്പിച്ചു. യഅനി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അൽ ഖുർആൻ, ഖുർആനിനെ അവതരിപ്പിച്ചു. അള്ളാഹു ഏറ്റവും നല്ല വചനങ്ങൾ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഖുർആനിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എങ്ങനത്തേതാണ് ആ ഖുർആൻ? കിതാബൻ, അതെങ്ങനെ അവതരിച്ചത്? ഒരു ഗ്രന്ഥമായിട്ട്. മുതശാബിഹൻ, പരസ്പര സാദൃശ്യമുള്ള, മാത്രമല്ല മഥാനിയ, ആവർത്തിക്കപ്പെടുന്ന. അതായത് പരസ്പരം സാദൃശ്യമുള്ളതും ആവർത്തിക്കപ്പെടുന്നതുമായ ഒരു ഗ്രന്ഥമായിട്ട് അള്ളാഹു ഏറ്റവും നല്ല വചനങ്ങൾ അവതരിപ്പിച്ചു, ഖുർആനിനെ അവതരിപ്പിച്ചു എന്നാണ്. ഖുർആന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെ ഖുർആനിലെ വചനങ്ങൾ ആവർത്തിച്ചു വരുന്നു, പരസ്പരം സാദൃശ്യമുള്ളതുമാണ്. എത്രയോ ആയത്തുകൾ അങ്ങനെ സാദൃശ്യമുള്ളതുണ്ട്, എത്രയോ ഭാഗങ്ങൾ അങ്ങനെ സാദൃശ്യമുള്ളതുണ്ട്. അപ്പോ എല്ലാ നിലക്കും സാദൃശ്യമുള്ളതും ആവർത്തിക്കപ്പെടുന്നതുമായ ഗ്രന്ഥം മഥാനി എന്നാണ്. തഫ്സീറിൽ കാണാം, കുല്ലുഹു മുതശാബിഹുൻ മഥാനി, എല്ലാം മുതശാബിഹാണ്, മഥാനിയാണ്. ഖുർആൻ മൊത്തത്തിൽ മഥാനിയാണ്. ഖുർആൻ മൊത്തത്തിൽ മഥാനിയാണ്. സദൃശ്യ വചനങ്ങൾ ധാരാളം ഉണ്ട്. സാധാരണ നമ്മള് സബ്ഉൽ മഥാനി എന്ന് പറയും. എന്താ സബ്ഉൽ മഥാനി എന്ന് പറഞ്ഞാൽ? സൂറത്തുൽ ഫാത്തിഹ, ആവർത്തിക്കപ്പെടുന്ന വചനങ്ങൾ അല്ലെ? അത് നമ്മളെപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. 5 നേരത്തെ നിസ്കാരത്തിൽ, പുറമെ സുന്നത്ത് നിസ്കാരങ്ങളിൽ, അതല്ലാതെ ദുആകളിൽ, ചിലപ്പോൾ എന്താ പറയാ, നമ്മൾ റുഖിയത്ത് ശറഈയുടെ മേഖലയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഗതി, ആവർത്തിക്കപ്പെടുന്ന വചനം. അതുപോലെ ഖുർആൻ മൊത്തത്തിൽ എന്താണ്? ഖുർആൻ മൊത്തത്തിൽ മഥാനിയാണ്, ആവർത്തിക്കപ്പെടുന്നതാണ്. എന്നിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. തഖ്ശഇറു, കോരിത്തരിക്കും, മിൻഹു, ആ വചനങ്ങൾ മുഖേന, അള്ളാഹുവിന്റെ ഗ്രന്ഥം മുഖേന. ജുലൂദു, എന്താ തോത്തിരിക്ക്? ജുലൂദ്, തൊലികൾ, മനുഷ്യരുടെ തൊലികൾ കോരിത്തിരിക്കും. അല്ലദീന യഖ്ശൗന, ആരുടെ? ഭയപ്പെടുന്നവരുടെ. ആരെയാണ് ഭയപ്പെടുന്നത്? റബ്ബഹും, അവരുടെ റബ്ബിനെ. അപ്പൊ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹു എന്ന് പറഞ്ഞാൽ തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നവരുടെ തൊലികൾ അതു മുഖേന കോരിത്തരിക്കുന്നതാണെന്നാണ്. അതായത് അള്ളാഹിനെ പറ്റിയുള്ള ഭയത്താൽ കോരിത്തരിക്കുകയും പ്രതീക്ഷയാൽ വിനീതമാവുകയും ചെയ്യുമെന്നാണ്. എന്നിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. സുമ്മ, പിന്നീട്, തലീനു, ലയ്യിനാണ്, ലയ്യിൻ, അതാണ് തലീൻ, മയപ്പെടും. ജുലൂദുഹും, അവരുടെ തൊലികൾ, വഖുലൂബുഹും, അവരുടെ പറയ് ഖൽബ്, ഖുലൂബ് എന്താ മക്കളെ? ഖുലൂബ് പറഞ്ഞാൽ ഹൃദയങ്ങൾ അല്ലെ? ബഹുവചനാണ്. ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളും. ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിലേക്ക്. അതായത് ഈ ആയത്ത് കേൾക്കുന്നിടത്തുണ്ടാകുന്ന അതിന്റെ അനന്തരഫലങ്ങൾ, റിസൾട്ടാണ്, തഅ്സീറാണ് ഈ പറയുന്നത്. പിന്നീട് അവരുടെ തൊലികളും ഹൃദയങ്ങളും അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് മയപ്പെട്ടു വരുന്നതാണ്. ദാലിക ഹുദല്ലാഹി യഹ്ദീ ബിഹി മൻ യശാ, അത് അള്ളാഹുവിന്റെ മാർഗദർശനമാകുന്നു. അത് മുഖേന അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ മാർഗദർശനം നൽകുന്നു. വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്, അള്ളാഹു ആരെ വഴിപഴപ്പിക്കുന്നുവോ അവനൊരു മാർഗദർശിയും ഇല്ല എന്നാണ്. എന്താണ് ഈ പറഞ്ഞത്? നമുക്കത് ഓരോന്ന് പരിശോധിച്ച് നോക്കാം. ഈ ആയത്തിന്റെ വിവരണം പഠിപ്പിക്കുന്നിടത്ത് കാണാം, അല്ലാഹു നസ്സല അലാ റസൂലിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ആർക്കിറക്കി? റസൂലുള്ളാഹിക്ക്, തന്റെ ദാസനായ മുഹമ്മദ് നബിക്ക് മേൽ
അള്ളാഹു ഏറ്റവും നല്ല സംസാരമായ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഇനി എന്താ അതിന്റെ പ്രത്യേകത? അതിന്റെ പ്രത്യേകതയാണ് അൻസലഹു മുതശാബിഹൻ യുശ്ബിഹു ബഅദുഹു ബഅദൻ ഫിസ്സുദ്ഖി വൽ ഹുസ്നി വൽ ഇഅ്തിലാഫി വഅദമിൽ ഖിലാഫ്. ആശയങ്ങളിലെ സത്യസന്ധതയിലും വചനങ്ങളുടെ ഭംഗിയിലും ഘടനാപരമായ അതിന്റെ യോജിപ്പിലും വൈരുദ്ധ്യങ്ങളില്ല എന്നതിലും അതിലെ വചനങ്ങളെല്ലാം ഒരുപോലെയാണ് അള്ളാഹു അവതരിപ്പിച്ചത്. അതാണ് തശാബുഹ് എന്ന് പറയുന്നത്. എല്ലാ നിലക്കും ഒരു മനുഷ്യന് ഒരു നെഗറ്റീവ് കാണിക്കാൻ പറ്റാത്ത അത്ര എന്താ പറയാ നല്ല രസത്തിൽ അള്ളാഹു താല വളരെ ബൃഹത്തായ രീതിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. ഇനിയോ തതഅദ്ദദു മുഫസ്സിറുകൾ പറയുന്നത് തതഅദ്ദദു ഫീഹി അൽ ഖിസസു അല്ലെങ്കിൽ അൽ ഖസസു വൽ അഹ്കാം വൽ വഅദ് വൽ വഈദ് വസിഫാത്തു അഹ്ലിൽ ഹഖ് വസിഫാത്തു അഹ്ലിൽ ബാത്തിൽ വഗൈറു ദാലിക്. ഇതിന്റെ പ്രത്യേകത നമ്മളിവിടെ പറഞ്ഞല്ലോ, എന്ത്? അത് മസാനിയാണ് മുതശാബിഹാണെന്ന് പറഞ്ഞല്ലോ. അതെന്താന്ന് പറയാണ്. അതിലെ ചരിത്രങ്ങളും വിധിവിലക്കുകളും വാഗ്ദാനങ്ങളും താക്കീതുകളും ഹക്കിന്റെയും ബാത്തിലിന്റെയും ആളുകളുടെ വിശേഷണങ്ങളുമെല്ലാം ആവർത്തിക്കുന്ന രൂപത്തിലുമാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കി, എത്ര അത്ഭുതമാണത്. ഈ പറഞ്ഞത്ര കറക്റ്റാ. ചരിത്രങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്, ഹുക്കുമുകൾ ആവർത്തിച്ചിട്ടുണ്ട്, വാഗ്ദാനങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്, താക്കീതുകൾ ആവർത്തിച്ചിട്ടുണ്ട്. ഹക്കും ബാത്തിലിന്റെയും ആളുകളുടെ വിശേഷണങ്ങളെപ്പോലും ആവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചിടത്ത് പോലും ഇതിന്റെ മീതെ രണ്ടു കൂട്ടരെ കുറിച്ചും പറയുന്നുണ്ട്. ഒരു കൂട്ടരാരാ മറ്റൊരു കൂട്ടരാരെന്നൊക്കെ പറയുന്നതിന്റെ മേലെ നമ്മൾ പഠിച്ചുപോയി. 23-ാമത്തെ ഈ ആയത്തിന്റെ തൊട്ട് മീതെയായി നമ്മൾ പഠിച്ചു പോയിടത്തൊക്കെ തന്നെ അതുണ്ട്. കൂടാതെ വേറെയും സൂറത്തുകൾ അതുണ്ട്. ഇങ്ങനെ എല്ലാ നിലക്കും ആവർത്തിക്കുന്ന രൂപത്തിനാണ് അള്ളാഹു ഖുർആൻ അവതരിച്ചത്. ഇനിയോ ആ ഖുർആൻ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്താ? ഇത് ഇത്ര കാലം കേട്ടിട്ട് നമുക്കൊന്നും ഉണ്ടാകണില്ലെങ്കിൽ നമുക്ക് എന്തോ പ്രശ്നമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തോ ഒരു വൈകല്യം നമുക്കുണ്ട്. ഖുർആൻ കേൾക്കണ മാത്രയിൽ നമുക്ക് ഉണ്ടാകേണ്ട ഗുണം എന്തറിയോ? തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله. തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നവരുടെ തൊലികൾ അത് മുഖേന രോമാഞ്ചമണിയുന്നു. പിന്നീട് അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും അള്ളാഹുവെ ഓർക്കുന്നതിനായി വിനീതമാവുകയും ചെയ്യുന്നു എന്നാണ്. അതായത് ഖുർആൻ കേൾക്കുന്നിടത്തുണ്ടാകുന്ന ഒരു മാറ്റാണ്. എന്താണ്? തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ഇദാ സമിഉ മാ ഫീഹി മിനൽ വഈദി വത്തഹ്ദീദ്. എന്ത് കേൾക്കുമ്പോഴാണ്? അതിലെ താക്കീതുകളും ഭയപ്പെടുത്തുന്ന വാക്കുകളും കേട്ടാൽ തങ്ങളുടെ റബ്ബിനെ ഭയക്കുന്നവരുടെ തൊലികൾ വിറകൊള്ളുന്നു എന്നാണ്. ഇത് അല്ലാഹു തആല പലയിടത്തും പറഞ്ഞ കാര്യമാണ്. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി മാത്രം, ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം ഒരു കാര്യം പറയാം. വിശുദ്ധ ഖുർആനിലെ 57-ാമത്തെ ആയത്ത് അധ്യായം സൂറത്ത് അൽ ഹദീദ്. ഈ സൂറത്ത് അൽ ഹദീദിന്റെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാക്കെന്തറിയോ? അത് നമ്മളിപ്പോ പഠിക്കണ ആയത്തിന്റെ തഫ്സീർ കൂടിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ? ഇൻഷാ അല്ലാഹ്. അതായത് നമ്മളിപ്പോ പഠിക്കണ ആയത്ത് എന്താ? അവരുടെ തൊലികൾ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞ വാക്കുകളാണല്ലോ. അതെന്താ? ആവർത്തിച്ചു വരുന്നതാണ്, പരസ്പരം സാദൃശ്യമുള്ളതാണ് എന്നതിനോടൊപ്പം തന്നെ അത് കേൾക്കുന്ന മാത്രയിൽ തൊലികളും കൽബൊക്കെ രോമാഞ്ചമണിയും വിനീതമാകുമെന്ന് പറഞ്ഞല്ലോ. ഇത് രണ്ടും ഇതേ രീതിയിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞൊരു ഭാഗമുണ്ട്. എവിടെയോ വിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം സൂറത്തു ഖമറിന്റെ സൂറത്ത് ഹദീദിന്റെ 16-ാമത്തെ ആയത്തിൽ അവിടെ അല്ലാഹു ചോദിക്കണം എന്തറിയോ? അല്ലാഹു ചോദിക്കാണ്, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്റിലേക്കും അവതരിച്ചു കിട്ടിയ സത്യത്തിലേക്കും കീഴൊതുങ്ങുവാനും തങ്ങളുടെ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കാനും സമയമായില്ലേ
എന്ന് അള്ളാഹു താല ചോദിക്കണം. അപ്പൊ ഇവിടെ അള്ളാഹു താല നമ്മളോട് ചോദിക്കണം എന്താ വെച്ചാൽ, എന്തുകൊണ്ട് നിങ്ങൾ വിനീതമാകുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ അള്ളാന്റെ ദിക്റിലേക്ക് മടങ്ങുന്നില്ല ആയത്ത് കേട്ടിട്ടും എന്നൊരു ചോദ്യമാണ്. ഇത് മനസ്സിലാക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ അധ്യായം സൂറത്തു അൻഫാലിന്റെ 2-ാമത്തെ ആയത്തിൽ കാണാൻ ആരാ മുഅ്മിൻ അറിയോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും. അള്ളാഹിനെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ചു നടക്കും. വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂന. അവന്റെ റബ്ബിന്റെ ആയത്തുകൾ വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുകയും തങ്ങളുടെ റബ്ബിന്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് വിശ്വാസികൾ. അപ്പൊ ഇത് വേറെ വേറെ രീതിയിൽ അള്ളാഹുവിന്റെ ഖുർആനിൽ സമാനമായ ആശയങ്ങൾ പറയുന്നുണ്ട്. ഇത് പിന്നെ റബ്ബ് പറഞ്ഞു, പിന്നെയുള്ള ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, സുമ്മ തലീനു ജുലൂദുഹും വ ഖുലൂബുഹും ഇലാ ദിക്രില്ലാ എന്ന് പറഞ്ഞാൽ ഇദാ സമിഉ മാ ഫീഹി മിനർ റജാഇ വൽ ബിശാറാത്ത്. പിന്നീട് അതിലെ പ്രതീക്ഷ നൽകുന്ന വാക്കുകളും, ഖുർആനിലെ പ്രതീക്ഷ നൽകുന്ന വാക്കുകളും സന്തോഷ വാർത്തകളും കേട്ടാൽ അവരുടെ തൊലികളും ഹൃദയങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിനാൽ ശാന്തമായി തീരുകയും ചെയ്യുന്നതാണ്. ഇതാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എന്താണ് ഇവിടെ അള്ളാഹുവിന്റെ ഈ ആയത്തിനെ വിരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ വിശദീകരിച്ച് റജാഉം ബിശാറാത്തും. റജാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രതീക്ഷ അല്ലേ, അതേപോലെ ബിശാറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷ വാർത്തകളാണ്. ഖുർആനിൽ ഒരുപാട് സന്തോഷ വാർത്തകളുണ്ട്. അള്ളാന്റെ ഖുർആനിൽ ഒരുപാട് സന്തോഷ വാർത്തകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സ്വർഗം അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് ഓഫർ ചെയ്യുന്നൊരു സന്തോഷ വാർത്തയാണ്. റബ്ബിന്റെ തൃപ്തി ഒരു സന്തോഷ വാർത്തയാണ്. അള്ളാഹുവിന്റെ തിരുമുൽക്കാഴ്ച ലിഖാ അതൊരു സന്തോഷ വാർത്തയാണ്. മഗ്ഫിറത്ത് അതൊരു സന്തോഷ വാർത്തയാണ്. അതുപോലെ ദുനിയാവിലും ആഖിറത്തിലും മുഅ്മിനീങ്ങൾക്കുള്ള വിജയം അത് സന്തോഷ വാർത്തയാണ്. അതാണ് മുഫസ്സിറുകൾ പറഞ്ഞത് എന്ത്? ഇദാ സമിഉ മാ ഫീഹി മിനർ റജാഇ വൽ ബിശാറാത്ത്. അതായത് അതിലെ പ്രതീക്ഷ നൽകുന്ന, ഖുർആനിലെ പ്രതീക്ഷ നൽകുന്ന വാക്കുകളും സന്തോഷ വാർത്തകളും കേട്ടാൽ അവരുടെ തൊലികളും ഹൃദയങ്ങളും അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റിനാൽ ശാന്തമാകുന്നതാണ്. നോക്കിങ്ങള്, ഇവിടെ സന്തോഷ വാർത്ത എന്താണ്? അങ്ങനെ തുടങ്ങി ഒരു വിശ്വാസിക്ക് കിട്ടേണ്ട അടിസ്ഥാന കാര്യങ്ങളൊക്കെ അൽ ബിശാറാത്തിൽപ്പെട്ടതാണ്. ദാലികൽ മദ്കൂറു മിനൽ ഖുർആനി വതഅ്തീറുഹു ഹിദായത്തുല്ലാഹി യഹ്ദി ബിഹാ മൻ യശാ. എന്നിട്ട് മുഫസ്സിർ പറയാണ്, അത് ഈ ഖുർആൻ, ഈ പറയപ്പെട്ട ഖുർആനും അതിലെ സ്വാധീനവുമെല്ലാം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന സന്മാർഗമാണ്. രണ്ട് കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ഖുർആൻ, മറ്റൊന്ന് ഖുർആനിന്റെ തഅ്തീർ. എന്താ തഅ്തീർ എന്ന് പറഞ്ഞാൽ? തഅ്തീർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന്റെ എന്താ പറയുക, ഒരു ബൈ റിസൾട്ട് എന്നൊക്കെ നമ്മൾ പറയില്ല. ഒരു സാധനം കൊണ്ട് കിട്ടേണ്ട സംഗതി. ഇപ്പൊ നമ്മൾ സാധാരണ സിഹറിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഹഖീഖത്ത് തഅ്തീർ എന്നറിയും. യാഥാർത്ഥ്യവും അതിന്റെ അനന്തരഫലങ്ങളും. അതായത് ഇന്നത് ബാധിച്ചാൽ ഇന്നതൊക്കെ ഉണ്ടാകും. പ്രാക്ടിക്കലാണ്. ഒന്ന് ബാധിക്കും, തിയറിയാണ്. മറ്റേത് പ്രാക്ടിക്കലാണ്, ബാധിച്ചാൽ. ഇവിടെ തഅ്തീറാണ്. ഖുർആന്റെ തഅ്തീർ എന്താ? ഖുർആൻ എന്താണ്? റഹ്മത്താണ്. ഖുർആൻ ഓതിയാൽ, ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ അള്ളാന്റെ റഹ്മത്ത് കിട്ടും. ഖുർആൻ എന്താണ്? ഹുദയാണ്. വിശുദ്ധ ഖുർആൻ ഒരാളെ ഹിദായത്തിലേക്ക് നയിക്കുന്ന അനിവാര്യമായ ഗ്രന്ഥം. അതാണ് മിനദ്ദുലുമാത്തി ഇലൻ നൂർ എന്നുള്ള പിന്നെയും ഖുർആനെ കുറിച്ച് പറഞ്ഞു. എത്രയോ സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ തന്നെ നമ്മൾ പഠിക്കുന്നിടത്തല്ലേ ദാലിക ഹുദല്ലാഹ് യഹ്ദി ബിഹി മൻ യശാ. അത് അള്ളാന്റെ ഹുദയാണ്. അത് മുഖേന അവർ ഉദ്ദേശിക്കുന്നവർക്ക് മാർഗദർശനം നൽകും. അപ്പൊ അതിന്റെ തഅ്തീറിൽപ്പെട്ടതാണ്. അതുപോലെ ഖുർആൻ ശിഫയാണ്. അതിന് തഅ്തീറിൽപ്പെട്ട ഖുർആൻ ഓതുന്നവർക്ക് ശിഫ കിട്ടും. ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ 2 സൂറത്തുകളെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു. ഏതാണ്? സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. ഈ 2 സൂറത്തിനെ കുറിച്ചും പറഞ്ഞെന്തറിയോ? തക്ഫീക മിൻ കുല്ലി ഷൈഇൻ. സുനനു അബൂ ദാവൂദ്. റസൂലുള്ളാഹി പറയാണ്, തക്ഫീക മിൻ കുല്ലി ഷൈഇൻ, നിന്റെ എല്ലാ കാര്യത്തിനും നിനക്കത് മതിയാകും. എല്ലാ പ്രശ്നങ്ങൾക്കും. അത് മനുഷ്യനുണ്ടാകുന്ന അസ്വസ്ഥതകൾ, മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ, ഇവയെ അകറ്റാൻ ഒരു ശിഫയുടെ മാർഗമായി സ്വീകരിക്കാൻ നബി പഠിപ്പിച്ച സൂറത്താണ്. അഥവാ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചാണ്. ഇത്രയും ആയത്തുകൾ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്.
ഏത് ശിഫയുടെ മാർഗമായി. ഇപ്പൊ സാധാരണത്തിന് നമുക്കറിയാം അള്ളാഹു പറഞ്ഞില്ലേ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. നോക്കി നിങ്ങൾ അവിടെ അല്ല വേറെ ഭാഗത്ത് കാണാം, ഖുൽ പറയുക നബിയെ, ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫാ. ഇതൊക്കെ തഅ്സീറാണ്, ഖുർആന്റെ തഅ്സീറാണ്, ഖുർആൻ കൊണ്ട് കിട്ടുന്നതാണ് ഇതൊക്കെ. നമുക്ക് മക്കളെ നമുക്ക് ഇതൊക്കെ കിട്ടേണ്ടത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഖുർആൻ ഓതിയാൽ നമുക്ക് അള്ളാന്റെ റഹ്മത്ത് കിട്ടും. അള്ളാന്റെ പറഞ്ഞാൽ വഅൻസിതു, നിങ്ങൾ ഖുർആൻ ഓതുമ്പോ മൗനം പാലിക്കണം, എങ്കിലെന്ത് കിട്ടും? ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും എന്നുള്ള പറഞ്ഞ ഹദീസ് പറയും കാണാം. അതുപോലെ ഖുർആൻ ഹുദയാണ്, അതുപോലെ ഖുർആൻ ശിഫയാണ്, ഖുർആൻ കൊണ്ട് ശിഫ കിട്ടും. അതുപോലെ ഖുർആൻ ഒരു ഗുണപാഠമാണ്. ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, നമ്രൂദ് തുടങ്ങി ചരിത്രത്തിലെ കിങ്കരന്മാരായ ആളുകളുടെ എന്താ പറയാ ദൗർബല്യം, ലോക ചരിത്രം പഠിപ്പിച്ച ഒരുപാട് ശക്തന്മാരും മല്ലന്മാരും ഭൗതികവാദികളും അതുപോലെ എല്ലാറ്റിനെയും നിഷേധിച്ച് ജീവിച്ചിരുന്നവരുമായ പലരുടെയും അവരുടെ ആഖിബത്ത്, അവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്നുള്ളത് കൃത്യമായി ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിന്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിജയം പറയുന്നിടത്ത് മറ്റൊരാളുടെ പരാജയം പറയണത്. ആരുടെ? ഫിറൗന്റെ പരാജയം അല്ലെ? എത്ര വലിയ അഹങ്കാരിയാണ്, സർവ്വം നിയന്ത്രിച്ചിരുന്ന ആളാണ്. ഏതൊരു വെള്ളം മഹാനായ മൂസാ നബിക്ക് രക്ഷയായോ അതേ വെള്ളം ഫിർഔന് ശിക്ഷയായി. ഏതൊരു വെള്ളം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും വിശ്വാസികൾക്കും രക്ഷയായോ അതേ വെള്ളം വിശ്വസിക്കാത്ത ആളുകൾക്ക് ശിക്ഷയായി. ഗുണപാഠങ്ങൾ തീറാണ്, നമുക്ക് അനുഭവിക്കണ കാര്യങ്ങൾ. നമ്മൾ ഗുണപാഠാന്നുള്ളത് നമ്മുടെ ജീവിതത്തിനെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഖുർആനിന്റെ ഹുദൂദുകൾ, അള്ളാഹുവിന്റെ ഖുർആനിലൂടെ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ സ്വീകരിക്കുകയും വിരോധിച്ചതിനെ വിരോധിക്കുകയുമാണ്. നേരെ മറിച്ച് വിരോധിച്ചതിനെ വിരോധിക്കാതിരുന്നാൽ, ഇപ്പൊ ഒരാൾ പലിശയായിട്ട് ബന്ധപ്പെട്ടാൽ അതിന്റെ തഅ്സീർ എന്താ? അയാൾ അനുഭവിക്കണ ദുരന്തം എത്രയാ അല്ലേ? ഓരോന്നും അള്ളാഹു വേണ്ടാന്ന് പറഞ്ഞ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? നമ്മളെ കണ്ണിന്റെ മുന്നിൽ കാണാൻ. അപ്പൊ ഖുർആന്റെ തഅ്സീർ വളരെ കൃത്യമാണ്. പിന്നെയോ അത് നൂറാണ്. ഖുർആൻ ശരിക്കും നൂറാണ്, ഞാൻ വിശദീകരിക്കില്ല. അതുപോലെ ശഫാഅത്താണ്, ഇത് പരലോകത്ത് വരുന്ന കാര്യങ്ങളാണ്. തഖ്വയാണ് അല്ലെ? ഖുർആൻ തഖ്വയാണ്. വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തഖ്വയാണ്. വിശുദ്ധ ഖുർആനിന്റെ സ്വാധീനം അത്ഭുതമാണ്. വിശുദ്ധ ഖുർആന്റെ സ്വാധീനം അത്ഭുതമാണ്. അത് ഒരു ലോകമാണ്, വിശാലമായ ലോകമാണ്, അതിലേക്ക് പോകുന്നില്ല. അതാണ് ഇവിടെ ദാലികൽ മദ്കൂറു മിനൽ ഖുർആനി വതഅ്സീറുഹു ഹിദായത്തുല്ലാഹി യഹ്ദി ബിഹാ മൻ യശാ. അതായത് ഈ പറയപ്പെട്ട ഖുർആനും അതിന്റെ സ്വാധീനവുമെല്ലാം, എന്തൊക്കെ സ്വാധീനങ്ങൾ ഖുർആൻ കൊണ്ടുണ്ടാവും? അപ്പൊ നമ്മൾ നേരത്തെ വായിച്ചു, സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അത് ഖുർആന്റെ സ്വാധീനമാണ്, ഖുർആൻ കൊണ്ട് കിട്ടുന്ന മെച്ചങ്ങളാണ്. ശരിക്കും നമ്മൾ ഖുർആൻ കൊണ്ട് കിട്ടുന്ന മെച്ചങ്ങൾ എന്താന്ന് മനസ്സിലാക്കിയാലേ ഖുർആനെ നമുക്ക് ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ പറ്റുള്ളൂ. ഖുർആൻ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുള്ളൂ. ഇതെന്താ വെച്ചാൽ ഒന്നും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് വല്ലാതെ അടുക്കാത്തത്. അതുകൊണ്ട് അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് പറഞ്ഞു, വമൻ യഖ്ദുലുഹുല്ലാഹ് വലം യുവഫിഖുഹു ലിൽ ഹിദായ ഫലൈസ ലഹു മിൻ ഹാദിൻ യഹ്ദി. അതാണ് തൊട്ടവരി. വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അള്ളാഹു ആരെ വഴിപഴപ്പിക്കുന്നുവോ അവനൊരു മാർഗദർശിയുമില്ല. അതായത് ആരെങ്കിലും അള്ളാഹു കൈവടിയുകയും സന്മാർഗത്തിലേക്ക് അവന് വഴിയൊരുക്കാതിരിക്കുകയും ചെയ്താൽ അവനെ നേർവഴിയിലാക്കാൻ ഒരു മാർഗദർശിയും അവനില്ല തന്നെയാണ്. എത്ര സ്ഥലത്തല്ല പറഞ്ഞ കാര്യം. സൂറത്തു റാദിന്റെ 33, സൂറത്ത് ഇബ്രാഹിമിന്റെ 4-ാമത്തെ ആയത്തിൽ, സൂറത്ത് നഹലിന്റെ 93, സൂറത്ത് മുദ്ദത്തിറിന്റെ 31, പലയിടത്തും എന്ന് പറഞ്ഞ കാര്യമാണ്. ഒരാളെ വഴി പഴപ്പിച്ചാൽ പിന്നെ അവന് വേറൊരു ഹിദായത്ത് നൽകുന്ന ഒരാളും ഇല്ല. മാത്രമല്ല, ഇവിടെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു ആയത്തുണ്ട്. അത് സന്ദർഭത്തിൽ ഞാൻ പറയാണ്, സ്വർഗത്തിൽ വെച്ച് സ്വർഗക്കാർ നടത്തുന്ന സംസാരമുണ്ട്. സ്വർഗത്തിൽ വെച്ച് സ്വർഗക്കാർ നടത്തുന്ന ഒരു സംസാരം. ആ സംസാരം നമുക്ക് വളരെ സന്തോഷം നൽകുന്നൊരു സംസാരമാണ്. അതെന്തറിയോ? അവർ പറഞ്ഞൊരു വാക്കെന്താ വെച്ചാൽ, വനസഅന മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ വഖാലു. എന്നിട്ട് അവർ പറയാണ്,
وقالوا الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله لقد جاءت رسل ربنا بالحق ونودوا أن تلكم الجنة أورثتموها بما كنتم تعملون. അവരുടെ മനസ്സുകളിലുള്ള ഉൾപ്പകയൊക്കെ നീക്കി കൊടുക്കും. സ്വർഗത്തിൽ ഒരു ഉൾപ്പകയും മനസ്സിലുണ്ടാവില്ല. പിന്നെ അവരുടെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അവർ പറയുകയും ചെയ്യും, ഞങ്ങളെ ഇതിലേക്ക് നയിച്ച അള്ളാഹ്ക്ക് സ്തുതി. അള്ളാഹു ഞങ്ങളെ നേർവഴിയിലേക്ക് നയിച്ചിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നേർവഴി പ്രാപിക്കുമായിരുന്നില്ല. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട എന്താണ്? അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ്. റബ്ബ് നയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഒരിക്കലും നേർവഴി കാണൂലായിരുന്നു. അതന്നെയാണ് പ്രിയമുള്ളവരെ, ഈ ഹിദായത്തൊക്കെ കിട്ടിയിട്ട് ആ ദീനിന്റെ മാർഗത്തിലുള്ള ജിഹാദിന്റെ ഭാഗമായി ഖന്തക്ക് കിടങ്ങിങ്ങനെ കീറുമ്പോഴാണ് വയറ്റത്ത് 2 കല്ല് വെച്ച് കെട്ടിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടാത്ത, സഹാബികൾ പൊട്ടിച്ചിട്ട് പൊട്ടാത്തൊരു പാറക്കല്ല് ആഞ്ഞു വെട്ടുമ്പോൾ അദ്ദേഹം പാടുന്നൊരു പാട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബൈത്തുണ്ടെന്നറിയോ? അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ വഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈന. എന്താണ്? അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ, അല്ലാഹുവേ നീ ഞങ്ങളെ ഹിദായത്തിലാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ, ഞങ്ങൾ സക്കാത്ത് സ്വതക്ക കൊടുക്കൂലായിരുന്നു, ഞങ്ങൾ നിസ്കരിക്കുമായിരുന്നില്ല. നോക്കി നിങ്ങൾ, ഇപ്പൊ നമ്മൾ ഈ ഇരുത്തത്തിന് പോലും സബബ് എന്താ? ഹിദായത്താണ്. ഹിദായത്ത് കിട്ടിയില്ലേ നമ്മളെ അവസ്ഥ എന്താ? വെറും തമ്മടികളാണ്. ലോകത്ത് ഏറ്റവും മോശപ്പെട്ടവരാരാന്ന് ചോദിച്ചാൽ ഹിദായത്ത് കിട്ടാത്തവരാണ് ലോകത്ത് ഏറ്റവും മോശപ്പെട്ടവർ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ഖുർആൻ കയ്യിലുണ്ടായിട്ട് പോലും അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യാൻ ഭാഗ്യം കിട്ടാത്ത ആൾക്കാരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി. എത്ര വലിയൊരു ദുരന്താണത്. വിശദീകരണമായ മുഹമ്മദ് നബിയുടെ ജീവിതം കയ്യിലുണ്ടായിട്ട് അത് വായിക്കാൻ അറിഞ്ഞിട്ടും അതിന്റെ ഉസൂലിയായ നിയമങ്ങളൊക്കെ വിശദീകരിക്കണ ഇസ്തിലാഹിയായ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ പോലും ചർവണം നടത്താൻ കഴിഞ്ഞിട്ട് പോലും അള്ളാഹുവിന്റെ തൗഹീദ് അത് കിട്ടാത്ത ഒരാളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചൊക്കെ, അതെത്ര വലിയ വലാലത്താണ്. അതിന്റെ അപ്പുറത്തേക്ക് ഈ മാർഗത്തേക്ക് തന്നെ വരാൻ പറ്റാത്തവരെ കുറിച്ച് ആലോചിച്ചൊക്കെ നിങ്ങൾ ഓലെത്ര വലിയ പതനത്തിലാണ്. അള്ളാഹ് നമുക്ക് തന്ന നിഅമത്ത് എന്താന്നുള്ളത് നമുക്കിപ്പം മനസ്സിലാവൂല. അത് റൂഹ് തൊണ്ടക്കുഴിന്ന് പോകുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ എത്രത്തോളം എന്ന് വെച്ചാല് നബി പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അതോ ഖുദ്സിയായ ഹദീസാണ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, യാ ഇബാദി യാ ഇബാദി എന്നിങ്ങനെ വിളിച്ചിട്ട് ആ കൂട്ടത്തിൽ അള്ളാഹ് പറയാണ്, യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ളാല്ലുൻ, നിങ്ങളെല്ലാവരും വഴിപഴച്ചവരാണ്, ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ മാർഗദർശനം നൽകിയവരൊഴികെ, ഫസ്തഹ്ദൂനി അഹ്ദികും, അതുകൊണ്ട് നിങ്ങൾ എന്നോട് മാർഗദർശനം തേടുക, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാന്നാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, അള്ളത് തന്നിട്ടില്ലെങ്കിൽ നമ്മളെ കഥ എന്താ? നമ്മുടെ നാട്ടുമ്പുറത്തെ ഭാഷ പറഞ്ഞാൽ കട്ടപ്പോകയാണ്. ഒരു ഉപകാരമില്ലാത്തൊരു ജീവിതമാണ്, ഒരു ഉപകാരമില്ലാത്ത ജീവിതം. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗുണങ്ങളൊക്കെ ഈ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് അത്ര ഫായിദ അതിനുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറയണം. ഇനി അല്ലാഹു തആല പറയണം തരകള്, അഫമൻ യത്തഖി ബിവജ്ഹിഹി സൂഅൽ അദാബി യൗമൽ ഖിയാമ. അഫമൻ, അപ്പോൾ ഒരുത്തനോ. ഇതാരെക്കുറിച്ചാണ് എന്നതിനെ കുറിച്ച് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യബ് റഹ്മത്തുള്ളാഹി അലൈഹി, സയ്യിദു താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പറയാണ്, ഈ വചനം നമ്മളിപ്പോൾ വായിക്കാൻ പോണ വചനം ഇത് അബൂജഹൽ എന്ന വ്യക്തിയുടെ വിഷയത്തിൽ അവതരിച്ചതാണ് എന്ന് സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു തആല അൻഹു അലൈഹി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കാൻ. അപ്പോൾ ആ ഗുണം ആദ്യമായി അയാൾക്കുള്ളതാണ്, പിന്നെ ആ സ്വഭാവമുള്ളവർക്കൊക്കെയാണ്. ഇനി നമ്മൾ ആയത്ത് മനസ്സിലാക്കിയാൽ, അഫ മൻ യത്തഖി, അപ്പോൾ ഒരുത്തനോ
യത്തഖി അവൻ തടുക്കുന്നു ബിവജിഹിഹി അവന്റെ മുഖം കൊണ്ട് സൂ അൽ അദാബി കടുത്ത ശിക്ഷ. എവിടുത്തെ? യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളില്. അപ്പോൾ ഖിയാമത്ത് നാളിൽ തന്റെ മുഖം കൊണ്ട് കടുത്ത ശിക്ഷയെ തടുക്കേണ്ടി വരുന്നവനോ അവൻ ഖിയാമത്ത് നാളിൽ സുരക്ഷിതനായി കഴിയുന്നവനെ പോലെ ആകുമോ എന്നാണ് ചോദ്യം. അവൻ ഖിയാമത്ത് നാളിൽ സുരക്ഷിതനായി കഴിയുന്നവനെ പോലെ ആകുമോ എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ഞങ്ങൾക്കൊരായത്ത് പറഞ്ഞുതരാം. 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിന്റെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നല്ലദീന യുൽഹിദൂന ഫീ ആയാതിന ലാ യഖ്ഫൗന അലൈന. നീ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണേ. നമ്മൾ പഠിക്കണ വിഷയമായിട്ട് ഭയങ്കര സാമ്യത ഉണ്ടായിരുന്നു. മസാനിയാണ്, അതുപോലെ മുതശാബിഹ്. എന്താണ് അല്ലാഹു പറയാണ്, അഫമൻ യുൽഖാ ഫിന്നാരി ഖൈറുൻ അമ്മൻ യഅതി ആമിനൻ യൗമൽ ഖിയാമ യഅമലു മാ ശിഅ്തും ഇന്നഹു ബിമാ തഅമലൂന ബസീർ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ നേരെ വക്രത കാണിക്കുന്നവരാരോ അവർ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു പോകുകയില്ല, തീർച്ച. അപ്പോൾ നരകത്തിലെറിയപ്പെടുന്നവനാണോ ഉത്തമൻ? അതല്ല, ഖിയാമത്തിന്റെ നാളിൽ ഉയർത്തെഴുന്നതിന്റെ പിന്നെ നാളിൽ നിർഭയനായിട്ട് വരുന്നവനോ? ആ പ്രയോഗം ഇപ്പൊ നമ്മൾ പഠിക്കണ പ്രയോഗം സെയിമാണ്, ഒരേ ആശയം. അതായത് ഇവിടെ എന്താ പറഞ്ഞത്? ഖിയാമത്ത് നാളിൽ തന്റെ മുഖം കൊണ്ട് കടുത്ത ശിക്ഷയെ തടുക്കേണ്ടി വരുന്നവനോ ആരാണ് ഉത്തമൻ? അതല്ല, ഖിയാമത്ത് നാളിൽ സുരക്ഷിതനായി വരുന്നവനെ പോലെയാണെന്നോ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തേറ്റ് ബന്ധമുള്ള കാര്യമാണ്. ഖിയാമത്ത് നാളിൽ സമാധാനത്തോടുകൂടി ആഖിറത്തിലേക്ക് വരുന്ന ഒരാളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളിവിടെ മുമ്പത് വായിച്ചു പോയിട്ടുണ്ട്, നേരത്തെ പഠിപ്പിച്ച ആയത്തിന്റെ ഭാഗമാണത്. എന്നാൽ ഇങ്ങനത്തെ ഒരാളാണോ? അതല്ല, ഈ നിർഭയനായി വരുന്ന ആളാ ആരാ കൂടുതൽ സുരക്ഷിതൻ? അതേ ശൈലിയാണ് ഇവിടെ. നരകത്തിലെറിയപ്പെടുന്നവനാണ് ഉത്തമൻ, അതല്ല നിർഭയനായിട്ട് വരുന്നവനാണോ? ആരാ ഉത്തമൻ? നിർഭയനായിട്ട് വരുന്നവനാണ്. എന്നാൽ ഇത് ആരെ കുറിച്ചാണ്? ഇത് അബൂജഹലിനെ കുറിച്ചാണ് എന്ന് ഒരു ശൈലി. ഇനി ഇത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ കുറച്ച് ആയത്തുകൾ പറയാണ്, പെട്ടെന്ന് പറഞ്ഞു വെച്ചാൽ. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ, മുഖം കൊണ്ട് കടുത്ത ശിക്ഷയെ അഭിമുഖീകരിക്കേണ്ടി വരും. നരകത്തിൽ മുഖം കുത്തി വലിക്കപ്പെടുന്ന ഒരാളെ കുറിച്ച് പറയാണ്. എത്ര സ്ഥലത്തറിയും? സൂറത്ത് മുൽക്കിൽ 22-ാമത്തെ ആയത്ത്, സൂറത്ത് ഖമറിൽ 48-ാമത്തെ ആയത്ത്, സൂറത്ത് ഫുർഖാനിൽ 34-ാമത്തെ ആയത്ത്, സൂറത്ത് നംലിൽ 90-ാമത്തെ ആയത്ത്, സൂറത്ത് ശുഅറായിൽ 94-ാമത്തെ ആയത്ത്, സൂറത്ത് അൽ കഹ്ഫിൽ കൽമുഹ്ലി യശ്ഫിൽ വുജൂഹ് 29-ാമത്തെ ആയത്ത്. അതുപോലെ സൂറത്ത് അൽ മുഅ്മിനൂൻ 104-ാമത്തെ ആയത്തിൽ തൽഫഹു വുജൂഹഹുമുൻ നാർ വഹും ഫീഹാ കാലിഹൂൻ. അവർ നരകത്തിൽ മുഖം കുത്തി വീഴും, പല്ലിളിച്ചവരായിരിക്കും. വല്ലാത്ത ഒരു വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞ വിഷയമാണ് മുഖം കുത്തി വലിച്ചിഴക്കപ്പെടുന്നവൻ. എവിടെ? നരകത്തിൽ. ഇതാദ്യം നമ്മൾ പഠിക്കണ ആരെക്കുറിച്ചാണ്? അബൂജഹലിന് ഈ അവസ്ഥയാണ് ഉണ്ടാവുക എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രത്തോളം നിറങ്ങൾ! 17-ാം അധ്യായം സൂറത്ത് ഇസ്രാഇന്റെ അതിന്റെ 97-ാമത്തെ ആയത്തിൽ, ഞാനിപ്പോ ഈ പറഞ്ഞ ആയത്തൊക്കെ ശരിക്കും വായിച്ചു പോകണം, എന്നാലും നിങ്ങൾക്ക് അതിന്റെ ശരിക്കും പൾസ് കിട്ടുള്ളൂ. ഞാനത് വായിക്കാൻ പോകുമ്പോൾ കുറേ സമയമാവും വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വായിക്കാത്ത. ഒരുപാട് സമയം അങ്ങനെ പോവാം നമുക്ക്. അവിടെ അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞല്ലോ, അതില് വമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹും ഔലിയാഅ മിൻ ദൂനി എന്ന് പറഞ്ഞിട്ട് കാണാം, وَنَحْشُرُهُمْ يَوْمَ الْقِيَامَةِ عَلَى وُجُوهِهِمْ عُمْيًا وَبُكْمًا وَصُمًّا مَأْوَاهُمْ جَهَنَّمُ كُلَّمَا خَبَتْ زِدْنَاهُمْ سَعِيرًا. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മുഖം നിലത്തു കുത്തിയവരായിക്കൊണ്ടും അന്ധരും ഊമകളും ബധിരരുമായിക്കൊണ്ടും
എല്ലാം നാം അവരെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. അവര് സങ്കേതം നരകമത്രേ, അത് അണഞ്ഞു പോകുമ്പോഴെല്ലാം നാം അവർക്ക് ജ്വാല കൂട്ടിക്കൊടുക്കുന്നതാണെന്ന്. അപ്പൊ ശരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടരെ കൊണ്ടുവരും. അങ്ങനെയാണ് അബൂജഹലിനെ കൊണ്ടുവരുന്നത്, അങ്ങനെയാണ്. അതുപോലെ അത്തരത്തിൽ പല ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് കൊണ്ടുവരുന്നത് മുഖം നിലത്തു കുത്തിയവരായ നിലയിലാണ്. ഇത് ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ദുനിയാവിൽ കൈകാലുകൾ നടത്താൻ കഴിവുള്ളവൻ ആഖിറത്തിൽ മനുഷ്യന്റെ മുഖത്ത് നടത്താൻ കഴിവുള്ളവനല്ലയോ? നമുക്കത് ആയത്തിൽ നസ്സാണ്. നസൂസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആനാണ്, രണ്ടാമത്തെ ഹദീസാണ്. അപ്പൊ നസ്സൽ ഖണ്ഡിതമായി വന്ന കാര്യമാണ് മനുഷ്യന്റെ മുഖത്ത് അവന് നരകത്തിലൂടെ വലിച്ചഴക്കപ്പെടും, നരകത്തിൽ മുഖം കുത്തി നടത്തപ്പെടും എന്നത്. നരകത്തിൽ മുഖം കുത്തി വലിക്കപ്പെടും എന്നത് ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. ഞാൻ ഒന്ന് മാത്രം ഇപ്പൊ വായിക്കാം. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായം സൂറത്ത് ഗാഫിർ അല്ലെങ്കിൽ സൂറത്ത് മുഅ്മിൻ, 2 പേരുണ്ട് ആ സൂറത്തിന്. ആ സൂറത്തിന്റെ 71, 72 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കെന്തറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞ വാക്കെന്തെന്ന് വെച്ചാല്, അവരുടെ കഴുത്തിൽ ഉണ്ടോ, അല്ലദീന കദ്ദബൂ ബിൽ കിതാബി വബിമാ അർസൽനാ ബിഹി റുസുലനാ ഫസൗഫ യഅലമൂൻ. കിതാബിനെയും നാം നമ്മുടെ ദൂതന്മാരെ അയച്ചത് ഏതൊരു ദൗത്യം കൊണ്ടാണോ അതിനെയും നിഷേധിച്ചു കളഞ്ഞവരത്ര അവർ, എന്നാൽ വഴിയെ അവർ അറിഞ്ഞുകൊള്ളുന്നു. എന്നിട്ട് പറയാണ്, ഇതിൽ അഗ്ലാലു ഫി അഅനാഖിഹിം വസ്സലാസിൽ യുസ്ഹബൂൻ. അതെ, അവിടെ കഴുത്തുകളിൽ കുരുക്കുകളും ചങ്ങലകളുമായി അവർ വലിച്ചഴക്കപ്പെടുന്ന സന്ദർഭം. ഫിൽ ഹമീമി സുമ്മ ഫിന്നാരി യുസ്ജറുൻ. ചുട്ടു തിളക്കുന്ന വെള്ളത്തിലൂടെ അവരെന്ത് ചെയ്യും? നരകത്തിന്റെ അഗ്നിയിൽ ഇരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ കൃത്യമായിട്ട് അത് പറഞ്ഞു തരാണ്. അതേപോലെ സൂറത്ത് ഇബ്രാഹിമിന്റെ 49 50 ആയത്തുകളിലൊക്കെ ഒരു ഭാഗത്താണ് വതറൽ മുജ്രിമീന യൗമഇദി മുഖറനീന ഫിൽ അസ്ഫാദ്. ആ ദിവസം കുറ്റവാളികളെ ചങ്ങലകളിൽ അന്യോന്യം ചേർത്ത് ബന്ധിക്കപ്പെട്ടതായിട്ട് നിനക്ക് കാണാം. എന്നിട്ടോ സറാബീലുഹും മിൻ ഖത്റാനി വതഗ്ശാ വുജൂഹഹുമുൻ നാർ. അവരുടെ കുപ്പായങ്ങൾ കറുത്ത കീല് കൊണ്ടുള്ളതായിരിക്കും, കറുത്ത ടാറ് കൊണ്ടുള്ളതായിരിക്കും. സറാബീൽ മിൻ ഖത്റാൻ വതഗ്ശാ വുജൂഹഹുമുൻ നാർ. അവരുടെ മുഖങ്ങളെ തീ പൊതിയുന്നതുമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ ഒക്കെ പുറമെ നരകത്തിന്റെ തീ കൊണ്ട് മുഖങ്ങളെ പൊതിയുന്ന ഒരവസ്ഥ വരുന്നതാണ്. എത്രത്തോളം നേരങ്ങള് മുഖങ്ങൾ നരകത്തിൽ കീഴ്മേൽ മറിക്കപ്പെടും എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നരകത്തിൽ മുഖങ്ങൾ കീഴ്മേൽ മറിക്കപ്പെടുന്ന വിശുദ്ധ ഖുർആനിൽ 33-ാമത്തെ അധ്യായം, അത് സൂറത്ത് അഹ്സാബ്. നമ്മൾ പല വിഷയങ്ങളും പഠിക്കാൻ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ് സൂറത്ത് അഹ്സാബ്. അതിനകത്ത് 66-ാമത്തെ ആയത്തിൽ കാണാം, യൗമ തുഖല്ലബു വുജൂഹഹും ഫിന്നാരി യഖൂലൂൻ യാ ലൈതനാ. അപ്പോൾ അവർ പറയും അത്തഅനല്ലാഹ വഅതഅന റസൂല. എന്താണ്? അവരുടെ മുഖങ്ങൾ നരകത്തിൽ കീഴ്മേൽ മറിക്കപ്പെടുന്ന ദിവസം അവര് പറയും, ഞങ്ങൾ അള്ളാഹിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇത് മനുഷ്യന്മാര് പറയുന്ന ഒരു വാക്കാണ്. പ്രിയമുള്ളവർ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അവന്റെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ. വഖീല പറയപ്പെടും, ലിൽളാലിമീന ലാലിമീങ്ങളായവരുടെ അക്രമികളായവരുടെ പറയപ്പെടും, ذوقوا നിങ്ങൾ രുചിക്കുവിൻ, മാ കുൻതും തക്സിബൂൻ നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടിരുന്നത് എന്തോ അത് നിങ്ങളിപ്പോ ആസ്വദിച്ചുകൊള്ളുവിൻ എന്ന് അക്രമികളോട് അന്ന് പറയപ്പെടും എന്ന് 24-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരാണ്. അതായത് അക്രമികളായവരോട് ഇങ്ങനെ പറയും. എന്താ പറയാ? നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടിരുന്നത് എന്താണോ, കസ്ബ്, തക്സിബ് എന്ന് പറഞ്ഞാൽ കസ്ബാണ്. കസബ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അറിയോ? ഏറ്റവും വലിയ സമ്പാദ്യം എന്താ വെച്ചാല് മനുഷ്യരുടെ സമ്പാദ്യത്തിൽ സ്വത്ത് എന്ന് പറയുന്നതിൽ പലതും ഉണ്ടാവും. ശരിക്കും കസ്ബിന്റെ ചർച്ചയിൽ
അംവാലുണ്ട്, അബ്നാഉണ്ട്, മക്കളും അതിൽപ്പെട്ടതാണ്. അതാണ് അബൂലഹബിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, എന്ത് തബ്ബത്ത് അബൂ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ. അവിടെ കസബ് എന്താ, യാനി അവന്റെ മക്കളാണ്. അപ്പൊ ഇവിടെ കസബ് തക്സിബു എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടിരുന്നത് എന്തോ അത് നിങ്ങൾ എന്ത് ചെയ്യാ, ആസ്വദിച്ചുകൊള്ളുവിനാണ്. ഇത് കാഫിറുകളോട് നരകം പറയുന്നതായിട്ടാണ് ഒരു മുതഫ്സിർ കാണുന്നത്. ഈ പ്രയോഗത്തിന്റെ ഒരു വ്യാഖ്യാനം വക്കീല എന്ന് പറഞ്ഞാൽ അക്രമികളായവരോട് പറയപ്പെടുന്ന ആര് പറയുന്നതാണ്, നരകം പറയുമെന്നാണ്. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ നമ്മൾ എത്രയോ തവണ വായിച്ചു പോണതാണ്. വായിച്ചു പോകുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ അതിന്റെ ആശയം മനസ്സിലാക്കാതെ വായിച്ചു പോകുമ്പോൾ നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവില്ല. സമ്പാദിച്ചതിനുള്ളത് നിങ്ങൾ ആസ്വദിച്ചോളൂ. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് പറഞ്ഞതാണ്, കാഫിറുകളോട് നരകമാണ് സംസാരിക്കുന്നത്. എന്ത്, നിങ്ങൾ സമ്പാദിച്ചതിനുള്ളത് നിങ്ങൾ ആസ്വദിച്ചോളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഹദീത്തിൽ കാണാ നരകത്തിൽ നിന്നൊരു കഴുത്ത് പുറത്തു വരും. ആ കഴുത്ത് പുറത്തു വരും, അതിനകത്ത് ഒരു കഴുത്ത് പുറത്തു വരും, തലയുണ്ട്, അതിനകത്ത് കണ്ണുണ്ട്, അത് സംസാരിക്കും. എത്രത്തോളം വെച്ചാൽ നരകത്തിലേക്ക് വിധിക്കപ്പെട്ടവരെ നരകം കാണും, നരകത്തിലേക്ക് വിധിക്കപ്പെട്ടവരും കാണും. മനസ്സിലായില്ലേ? നരകത്തിന് അവകാശികളെ കാണും. അത് നിങ്ങൾ ആലോചിക്കുക, ആധുനിക ലോകത്ത് നമ്മൾ ഇതിനെടുക്കുകയാണെങ്കിൽ ജയിലിലേക്ക് വരാനുള്ളവരൊക്കെ ജയിലിങ്ങനെ കാണുക, അങ്ങനെ ഉണ്ടാവും. പിന്നെ ജയിലിൽ പോണവരും കാണുക പറഞ്ഞാൽ നമുക്കതൊരു അതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. പക്ഷെ ഇത് അള്ളാഹുവിന്റെ ദീന് നമ്മളോട് പഠിപ്പിച്ച കാര്യമാണ്. ആ നരകം കാണുന്ന, എന്നിട്ട് നരകത്തിൻ്റെ ഒരു ഇരമ്പലും അതിന്റെ ഒരു വല്ലാത്ത ശബ്ദമൊക്കെ കുറ്റവാളികൾ കേൾക്കുന്നതാണ്. നമ്മൾ പോയി ചാടാനുള്ളത് കുറ്റവാളി പോയി ചാടാനുള്ളത് നരകത്തേക്കാണ്. ആ നരകത്തിന്റെ അദാബോ അങ്ങനെ കാണാൻ, എന്നിട്ടാണ് പോയിട്ട് ചാടുന്നത്. അവിടെ തിരിച്ചു വരാൻ പറ്റില്ല, ഓടാനും പറ്റില്ല, വേറൊരിക്കലും രക്ഷപ്പെടാൻ പറ്റുമോ? ഒരു രക്ഷയില്ല. നേരെ പോയി ചാടുക. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. സൂറത്ത് തൗബയിൽ അല്ലാഹ് പറഞ്ഞതാണ്, എന്ത്, ഹാദാ മാ കനസ്തും ലി അൻഫുസികും ഫദൂഖു മാ കുൻതും തക്സിബൂൻ. ഇതാ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സൂക്ഷിച്ചിരുന്നത്, സമ്പാദിച്ചിരുന്നത്. എന്തൊരു വാക്കാന്ന് ആലോചിക്ക്. ഹാദാ മാ കനസ്തും ലി അൻഫുസികും. ശിർക്ക്, കുഫർ, മഅസിയത്ത്. തള്ളപ്പ തിന്മ മൂന്നായിട്ട് തിരിച്ചാൽ ശിർക്ക് മൊത്തത്തിൽ കുഫറിൽ ഒന്നാമത്തെ ശിർക്ക്, പിന്നെ എല്ലാ മഅസിയത്തും. ഇത് ജീവിതത്തിൽ പാലിച്ച ആൾക്കാരോട്, അല്ലെങ്കിൽ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആൾക്കാരോട്, അതേസമയം തന്നെ തൗഹീദില്ലാത്ത, സുന്നത്തില്ലാത്ത, ഇബാദത്തില്ലാത്ത, തോന്നിയമാതിരി ജീവിച്ചു പോയ ആൾക്കാർ, മുബ്തദീങ്ങളടക്കം, ഈ ആളുകളോടൊക്കെ പറയപ്പെടുന്ന വാക്കാണ്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സൂക്ഷിച്ചിരുന്നാണ്, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നത്, നിങ്ങൾ രുചിച്ചു കൊള്ളുവിൻ. എന്താ സൂക്ഷിച്ച്? കുഫർ. എന്താ സൂക്ഷിച്ച്? മഅസിയത്ത്. എന്താ സൂക്ഷിച്ച്? ബിദ്അത്ത്. നേരെ നരകത്തേക്കാണ്. നിങ്ങൾ സൂക്ഷിച്ചു, നിങ്ങൾ അത് ആസ്വദിച്ചോളിൻ എന്നവരോട് പറയപ്പെടുന്ന ദിവസം എന്നാണ്. ഇനി ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് തഫ്സീറിൽ കാണാം, അയസ്തവി ഹാദല്ലദീ ഹദാഹുല്ലാഹ് വവഫഖഹു ഫിദ്ദുനിയ വഅദ്ഖലഹുൽ ജന്നതി ഫിൽ ആഖിറ. അള്ളാഹു നേർമാർഗത്തിലേക്ക് നയിക്കുകയും ദുനിയാവിൽ നന്മകളിലേക്ക് വഴി നടത്തുകയും ആഖിറത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്ത ഒരാൾ, അങ്ങനെ ഒരാള്. രണ്ടാമത്തെ ആളാരാ? വമൻ കഫറ വമാത അലാ കുഫ്രിഹി ഫഅദ്ഖലഹു النار മഗ്ലൂല اليدين والرجلين. അള്ളാഹുവിനെ നിഷേധിക്കുകയും തന്റെ നിഷേധത്തിലായിരിക്കെ മരണപ്പെടുകയും അങ്ങനെ കൈകളും കാലുകളും ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ നരകത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കുകയും ചെയ്തവനെ പോലെയാകുമോ എന്നാണ്. അത് നമ്മൾ നേരത്തെ ആദ്യം പഠിച്ച്, നമ്മളിവിടെ ആദ്യം പറഞ്ഞില്ലേ, എന്ത്, അഫമൻ യത്തഖി ബിവജ്ഹിഹി സൂഅൽ അദാബി യൗമൽ ഖിയാമ അല്ലേ? അതാണ് അതിന്റെ വ്യാഖ്യാനം വരുന്നത്. രണ്ടുപേരും ഒരുപോലെ ആകുമെന്ന്. ലാ യസ്തതീഉ അൻ യത്തഖിയ النار ഇല്ലാ ബിവജ്ഹിഹി അൽ മുകബ്ബി അലൈഹി. തന്റെ മുഖം കൊണ്ടല്ലാതെ നരകാഗ്നി അവന് തടുക്കാൻ കഴിയില്ല. മുഖം കുത്തിയാണ് അവൻ നരകത്തിൽ വീടിരിക്കുന്നത്. അതാരാണ്? ഒന്നാമത്തെ ആരാണ്? അബൂജഹലാണ്. രണ്ടാമത്തത് ആ സ്വഭാവത്തിലുള്ള എല്ലാവർക്കും അത് ബാധകമാണ്. എപ്പോഴും നമ്മൾ ആയത്ത് പഠിക്കുമ്പോൾ ഒരായത്തിന് ഒരു പശ്ചാത്തലം ഉണ്ടാവും. ആ ആയത്തിൽ പറയണത് ഒരു സ്വഹാബിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അതിന് നേരെ ഓപ്പോസിറ്റ് ജീവിച്ച ഒരാളെ കുറിച്ചായിരിക്കാം. ഇവിടെ ഈ ആയത്തോണ്ട് ഉദ്ദേശിക്കുന്ന ആരെ കുറിച്ചാണ്?
അബൂജഹലിനെ കുറിച്ചാണ്. ഇനി അതല്ല, ആ സ്വഭാവത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അത് ബാധകവുമാണ്. അല്ലാതെ അബൂജഹലിന് മാത്രമുള്ളൊരു ശിക്ഷയല്ല അത്. കാരണം ധാരാളം ആയത്തുകളിൽ ആ കുഫറും ശിർക്കുമായി പോകുന്ന ആളുകൾക്കൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ടോ വഖീല ലിദ്ദാലിമീന ലിഅൻഫുസിഹിം, അതാണ് വഖീല ലിദ്ദാലിമീന ദൂഖൂ മാ കുൻതും തക്സിബൂൻ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ തഫ്സീർ പറയാണ് വഖീല ലിദ്ദാലിമീന ലിഅൻഫുസിഹിം ബിൽ കുഫ്രി വൽ മആസി അലാ സബീലി തൗബീഖ്. കുഫറും മഅസിയത്തും മുഖേന സ്വന്തം ശരീരങ്ങളോട് തന്നെ അക്രമം ചെയ്തവരോട് ആക്ഷേപ സ്വരത്തിൽ തൗബീഖാണ് പറയപ്പെടുന്നതാണ്. ദൂഖൂ, നിങ്ങൾ രുചിച്ചുകൊള്ളുവിൻ, മാ കുൻതും തക്സിബൂന മിനൽ കുഫ്രി വൽ മആസി ഫഹാദാ ജസാഉക്കും, നിങ്ങൾ സമ്പാദിച്ച കുഫറും പാപങ്ങളും ആസ്വദിച്ചുകൊള്ളുക, ഇതാണ് നിങ്ങൾക്കുള്ള പ്രതിഫലമെന്ന്. കദ്ദബല്ലദീന കഴിഞ്ഞോ അല്ലല്ലോ ആയത്ത്, ഇനി അടുത്ത ആയത്തല്ലേ, സോറി. അപ്പൊ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവരോട് പറയപ്പെടുന്ന ഒരു സംഗതി ഇതാണ്. അപ്പൊ രണ്ട് കൂട്ടരെ കുറിച്ച് പറയാണ്. ഇത് പറയുമ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു ആയത്ത് നമ്മൾ വിട്ടുപോയതുണ്ട്. അവിടെ ഒരു ടീമിനെ കുറിച്ച് പറയണതുണ്ട് എന്ന് അത് മനസ്സിലാക്കിയാലാണ് ഇപ്പൊ പറഞ്ഞ മനസ്സിലാകും. എന്താ? അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഏതൊരുവന് ഇസ്ലാം സ്വീകരിക്കാൻ അള്ളാഹു ഹൃദയവിശാലം നൽകിയോ എന്ന് നമ്മൾ പഠിച്ച സൂറത്തിൽ, ഈ സൂറത്തിൽ 22-ാമത്തെ ആയത്ത്. അതായത് ഈ ഹൃദയവിശാലത കിട്ടിയ ആളും ഹൃദയം കടുത്ത് ഹക്കിൽ നിന്ന് അകന്നവനും ഒരുപോലെയാണോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അങ്ങനെയുള്ളവൻ തന്റെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള പ്രകാശത്തിലാണ്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയണത്. അപ്പൊ ഈ രണ്ട് ആയത്തുകൾ തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പരസ്പരം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് എന്ന ആയത്തിനെ വിവരിക്കുന്നിടത്ത് കാണാം ഇതിന്റെ അവതരണ പശ്ചാത്തലമായിട്ട് ഇതാരൊക്കെയാണ്? അബൂബക്കറും ഉബയ്യ് ഇബ്നു ഖലഫും, അതുപോലെ അലിയും ഹംസ റളിയല്ലാഹു തആലയും, ഓപ്പോസിറ്റ് അബൂലഹബും മക്കളും, അതുപോലെ റസൂലും ഓപ്പോസിറ്റ് അബൂജഹലും. അപ്പോഴാണ് നിങ്ങൾക്ക് ഉത്തരപ്പ് കിട്ടുക ശരിക്കും. അപ്പോഴാണ് നമ്മൾ കറക്റ്റ് ആവും, അത് നമ്മൾ മാച്ച് ആവും. അല്ലിപ്പോ ഇതെന്തെങ്ങനെ ഈ പ്രയോഗം എന്താ നമുക്ക് മനസ്സിലാവാത്ത എന്താണല്ലോ, ഒരാഴ്ച കഴിഞ്ഞില്ലേ. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞതിന് മുമ്പുള്ള ക്ലാസ് നമ്മുടെ മനസ്സിൽ ശരിക്കുണ്ടെങ്കിലാണ് നമുക്ക് ഇതും എന്ത് ചെയ്യാം, മനസ്സിൽ കറക്റ്റായിട്ട് നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം എന്താ പറയാ ഏറ്റവും വലിയ അപകടമുള്ള ഈ വിശ്വാസത്തിൽ നിന്നും ശേഷം വരാനിരിക്കുന്ന നരകത്തു നിന്നൊക്കെ അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനിയോ കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ഫഅതാഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ. അല്ലേ? തയ്യിബ്. കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, കദ്ദബ എന്ന് പറഞ്ഞാൽ കളവാക്കി, അല്ലദീന യാതൊരു കൂട്ടർ, മിൻ ഖബ്ലിഹിം ഇവർക്ക് മുമ്പുണ്ടായിരുന്ന. അപ്പൊ ഇവർക്ക് മുമ്പുണ്ടായിരുന്നവരും കളവാക്കി എന്ന് പറഞ്ഞാൽ അത് ആരെക്കുറിച്ചാണ്? കദ്ദബത്തിൽ ഉമമുല്ലതി കാനത്ത് ഖബ്ല ഹഉലാഇൽ മുശ്രിക്കീൻ, ഈ മുശ്രിക്കീങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളും നിഷേധിച്ചിട്ട് നബിയെ. ഇവര് മാത്രല്ല, ഈസാ നബിന്റെ സമുദായം, മൂസാ നബിന്റെ സമുദായം, അങ്ങനെ മേലക്ക് കയറിപ്പോയ ഇബ്രാഹിം നബിയുടെ ജനത, അവിടുന്ന് വീണ്ടും മേലക്ക് പോയാൽ നൂഹ് നബിയുടെ ജനത, അല്ലെ? അവിടുന്ന് ഇങ്ങനെ വന്ന നൂഹ് നബിന്റെ അവിടുന്ന് ഇങ്ങോട്ട് മഹാനായ കലീമുല്ലാഹി റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വരെ ജീവിച്ചു പോയ നീണ്ട കാലഘട്ടത്തിൽ ഒരുപാട് ശത്രുക്കൾ അല്ലെങ്കിൽ ഒരുപാട് നിഷേധികൾ ഉണ്ടായിട്ടുണ്ട്. കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവരും നിഷേധിച്ച് കളവാക്കിയിട്ടുണ്ട് നബിയെന്ന്. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലതൊരു ആയത്ത് പഠിക്കണതാണ്. അത് വളരെ എളുപ്പമാണ്. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്ത് ഖാഫ്, അതിന്റെ 11, 12, 13, 14 ഒക്കെ ആയത്ത് ഇങ്ങനെ പഠിച്ചു നോക്കി നിങ്ങൾ. അവിടെ എന്തറിയോ? അല്ലാഹു തആല അങ്ങനെ പറയാണ്, كذبت قبلهم قوم نوح وأصحاب الرس وثمود وعاد وفرعون وإخوان لوط وأصحاب الأيكة وقوم تبع كل كذب الرسل فحق وعيد. كذبت قبلهم قوم നൂഹിൻ വഅസ്ഹാബുർ റസ്സി വസമൂദ്, ഇവരുടെ മുമ്പ് നൂഹിന്റെ ജനതയും റസ്സുകാരും സമൂദ് സമുദായവും സത്യം നിഷേധിക്കുണ്ടായി.
വആദുൻ വഫിർഔനു വഇഖ്വാനു ലൂത്ത്. ആദ് സമുദായവും ഫിർഔനും ലൂത്തിന്റെ സഹോദരങ്ങളും സത്യം നിഷേധിച്ചു. കൂടാതെ വഅസ്ഹാബുൽ ഐക്കത്തി വഖൗമു തുബ്ബ, മരക്കൂട്ടങ്ങൾക്കിടയിൽ വസിച്ചിരുന്നവരും അതുപോലെ തുബ്ബഇന്റെ ജനതയും ഒക്കെ നിഷേധിച്ചിട്ടുണ്ട്. ശരി, കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആരൊക്കെ? നൂഹിന്റെ ജനത, അതുപോലെ അതുപോലെ സമൂദ് സമുദായം, ആദ് സമുദായം, ഫിർഔൻ, ലൂത്തിന്റെ സഹോദരങ്ങൾ, മരക്കൂട്ടങ്ങൾക്കിടയിൽ വസിച്ചിരുന്നവർ, തുബ്ബഇന്റെ ജനത. കുല്ലുൻ കദ്ദബ റുസുല ഫഹഖ വഈദ്, ഇവരൊക്കെ അള്ളാന്റെ റസൂലുമാർ നിഷേധിച്ചു തള്ളി. അപ്പോൾ അവരിൽ എന്റെ താക്കീത് സത്യമായി പുലർന്നു. അപ്പൊ നിഷേധികൾ, നബിയെ മുമ്പുണ്ടായിട്ടുണ്ട് നിഷേധികൾ. ഫഅതാഹുമുൽ അദാബു മിൻ ഹൈതു ലാ യശ്ഉറൂൻ, ഫഅതാഹും, അപ്പോൾ അവർക്ക് വന്നെത്തി അൽ അദാബ്. എന്താ അദാബ് പറഞ്ഞാൽ? പറയാം, ശിക്ഷ വന്നെത്തി. മിൻ ഹൈസു പറഞ്ഞാൽ വിധത്തിൽ നിന്നാണ്, ലാ യശ്ഉറൂൻ, അവരറിയാത്ത വിധത്തിൽ. ഇതാണ് അള്ളാന്റെ ദീനിനെ നമ്മൾ നിഷേധിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? അതാണത്. അപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാത്ത വിധത്തിൽ അവർക്ക് ശിക്ഷ വന്നെത്തിനാണ്. അതായത് ഫജാഅഹുമുൽ അദാബു ഫജ്അതൻ, ഫജ്അതൻ മിൻ ഹൈസു ലാ യുഹിസ്സൂന ബിഹി ഫയസ്തഇദ്ദൂന ലഹു ബിത്തൗബ. അപ്പോൾ അവർ നനച്ചിരിക്കാത്ത രൂപത്തിൽ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പശ്ചാത്തപിച്ചുകൊണ്ട് ഒരുങ്ങിയിരിക്കാൻ കഴിയുന്നതിന് മുമ്പ് പെട്ടെന്ന് അവർക്ക് ശിക്ഷ ബാധിച്ച മൗത്തുൽ ഫജ് എന്ന് പറയും, ആകസ്മിക മരണം. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഖിയാമത്ത് നാളിന്റെ മിൻ ഇഖ്തിറാബിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് എന്ത്? മൗത്തുൽ ഫജ്, പെട്ടെന്നുള്ള മരണം. എന്തിപ്പുണ്ടായി നമ്മളാലേക്കും? അല്ല, ഇന്നലെ വൈകുന്നേരത്തല്ല ഇപ്പൊ അവനെ കണ്ടത്. അത് നമ്മൾ വിചാരിച്ചിരിക്കുന്നതിന് മുമ്പേ മരണം സംഭവിക്കുക. അത് ഭയങ്കര അപകടമാണ്. അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. എന്തറിയോ? നമുക്കൊന്ന് തൗബ ചെയ്യാൻ പോലും സമയം കിട്ടൂല. ഇവർക്കും അതേ ഉണ്ടായത്. അള്ളാഹുവിന്റെ റസൂലുമാരെ നിഷേധിച്ച സമൂഹത്തിനുണ്ടായത് എന്താ? അവര് പ്രതീക്ഷിച്ചിരിക്കാത്ത സന്ദർഭത്തിൽ ആ ശിക്ഷ വരാൻ. അതും അള്ളാഹിനോടൊന്ന് പശ്ചാത്തപിക്കാൻ പോലും അവസരം കിട്ടുന്നതിന് മുമ്പ്. നമ്മളിന്ന് പഠിക്കേണ്ട ഒരു പാഠം എന്താ വെച്ചാൽ, തൗബ ചെയ്യാൻ അവസരമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നാശമാണ്. ദുനിയാവുൽ ആഖിറത്തിലും അത് വലിയ നഷ്ടമാണ്. നമുക്ക് എപ്പോഴും തൗബക്ക് അവസരം കിട്ടണം. എപ്പോഴും അവസരം നിഷേധിക്കപ്പെടാൻ നമുക്കറിയില്ല. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 100 തവണ ഇസ്തിഗ്ഫാറും തൗബയും നടത്തിയൊരു ദിവസം, 70 തവണ ഇസ്തിഗ്ഫാറും തൗബയും നടത്തിയൊരു ദിവസം, ഒരു തെറ്റും പോലും ചെയ്യാത്ത റസൂൽ. നമുക്ക് പലപ്പോഴും പിന്നാക്കാണ്. അതുകൊണ്ട് നമ്മളത് എപ്പോഴും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ള ഉദാഹരണമാണ്, ഇപ്പൊ നമ്മളൊക്കെ നിസ്കരിച്ചു മഗ്രിബ്, ഇനി ഇശാ നിസ്കരിച്ച് കഴിഞ്ഞാൽ സലാം വീട്ടിയാൽ ആദ്യം നമ്മളെന്താ പറയണത്? എന്താ പറയാ? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ തെറ്റ് ചെയ്തിട്ടാണോ? അല്ല, നമ്മൾ നിസ്കരിക്കല്ലേ ചെയ്ത്. അപ്പൊ ശരിക്കും തൗബ എന്താന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് ആൾക്കാർ തൗബയിന്ന് മാറിക്കല്. ആൾക്കാർ വിചാരം തെറ്റ് ചെയ്താൽ മാത്രമുള്ളതാണെന്ത് തൗബ. നല്ല പ്രിയമുള്ളവരെ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും ഉണ്ടാകേണ്ട ഒരു സ്വഭാവമാണ് തൗബ. കാരണം അത് നബിമാരുടെ സ്വഭാവമാണ്, മുഹമ്മദ് നബിയുടെ സ്വഭാവമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് എപ്പോഴും ഉണ്ടാവണം അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അല്ലാഹു സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ധാരാളം ഇസ്തിഗ്ഫാറുകൾ തൗബയുണ്ട്. ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഇങ്ങനെ കൊണ്ടുവരണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. ഒരായത്തോട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഫഅദാഖഹുമുൽ അദാബു ഫഅദാഖഹുമുല്ലാഹുൽ ഖിസ്യ ഫിൽ ഹയാത്തിദ് ദുനിയ വലഅദാബുൽ ആഖിറതി അക്ബർ ലൗ കാനൂ യഅലമൂൻ. ഇവിടെ എന്താ അല്ലാഹു പറഞ്ഞു? ഫഅദാഖഹും, അങ്ങനെ അവരെ എന്നൊക്കെ പറയില്ല, അതാണ് ഫഅദാഖഹും. ഫ എന്ന് പറഞ്ഞാൽ അങ്ങനെ, അല്ലെങ്കിൽ അപ്പോൾ അദാഖഹും, അവരെ അല്ലാഹു തആല രുചിപ്പിച്ചു. അല്ലാഹു രുചിപ്പിച്ചു അൽ ഖിസ്യ. ഖിസ്യ എന്ന് പറഞ്ഞാൽ എന്താ? നിന്ദ്യത. ഫിൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിലെ ജീവിതത്തിൽ. അങ്ങനെ അല്ലാഹു അവരെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ അവർക്ക് നിന്ദ്യത, അപമാനം ആസ്വദിപ്പിച്ചു. എന്താ ഇവിടെ നിന്ദ്യത കൊണ്ട് ഉദ്ദേശിക്കണറിയോ? പീഡനം, അപമാനം, നിന്ദ്യത, കൊല. ഇതിനൊക്കെ ഒരു കാരണക്കാരായി ആര്? ഈ കുഫാറുകൾ. അവർക്ക് യാതൊരു സ്റ്റാറ്റസ് ഉണ്ടായില്ല. ഫഅദാഖഹുമുല്ലാഹു ബിദാലികൽ ഖിസ്യ
വൽ ആറ വൽ ഫളീഹത ഫിൽ ഹയാത്തി ദുനിയ എന്നാണ്. അതായത് അങ്ങനെ ആ ശിക്ഷ അള്ളാഹു അയാൾക്ക് അപമാനവും നിന്ദ്യതയും ദുനിയാവിൽ വെച്ച് തന്നെ രുചിപ്പിച്ചു എന്നാണ്. ഈ ശിക്ഷ എപ്പോഴും വരാന്നറിയും. അത് ദുനിയാവ് തന്നെ ശിക്ഷ ഉണ്ടെന്താ? ഒന്ന് അപമാനം ഉണ്ടാവും, നിന്ദ്യത ഉണ്ടാവും, അതുപോലെ തന്നെ പറഞ്ഞതുപോലെ പീഡനങ്ങളും അപമാനങ്ങളും കൊല്ലപ്പെടാൻ പോലും കാരണമായി തീരും. വല അദാബുൽ ആഖിറത്തി അക്ബർ. എന്നിട്ട് രണ്ടാമത്തെ ആഖിറത്തിലെ ശിക്ഷയാകട്ടെ അത് ഏറ്റവും വലുതാണ്. അതേത് ആഖിറത്തിലെ ശിക്ഷ? ഏതാ ആഖിറത്തിലെ ശിക്ഷ? നരകം. അല്ലാഹു തആല കാക്കട്ടെ. ലൗ കാനൂ യഅലമൂൻ, അവർക്കറിയാമായിരുന്നെങ്കിൽ എന്നാണ്. ഏത്? وَإِنَّ عَذَابَ الْآخِرَةِ الَّذِي يَنْتَظِرُهُمْ أَعْظَمُ وَأَشَدُّ لَوْ كَانُوا يَعْلَمُونَ എന്നതാണ് അതിന്റെ തഫ്സീർ. അതായത് ആഖിറത്തിൽ അവരെ കാത്തിരിക്കുന്ന ശിക്ഷ തന്നെയാകുന്നു ഇതിനേക്കാൾ, അഥവാ ദുനിയാവിലെ അപമാനത്തെക്കാൾ, ദുനിയാവിലെ പീഡനത്തെക്കാൾ, ദുനിയാവിൽ കൊല്ലപ്പെടുന്നതിനേക്കാൾ ഭയാനകവും കഠിനവുമായിട്ടുള്ളത് എന്നതവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അതാണ് ലൗ കാനൂ യഅലമൂന. അങ്ങനെ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും അവരെന്ത് ചെയ്യൂല? ഒരിക്കലും അള്ളാഹിന്റെ ആയത്തുകളെ തള്ളിക്കളയുകയോ റസൂലുമാരെ നിഷേധിക്കുകയോ ചെയ്യൂല. പകരം എന്ത് ചെയ്യും? അവരത് സമിഅന വ അതഅന ആമന്ന വസല്ലംന. അല്ലാഹു തആല അഅലം. റബ്ബ് സുബ്ഹാനഹു വ തആല അതൊക്കെ അങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന സാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് ഓതിയിട്ടാണ് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. الله نزل أحسن الحديث كتابا متشابها مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. أفمن يتقي بوجهه سوء العذاب يوم القيامة وقيل للظالمين ذوقوا ما كنتم تكسبون كذب الذين من قبلهم فأتاهم العذاب من حيث لا يشعرون فأذاقهم الله الخزي في الحياة الدنيا ولعذاب الآخرة أكبر فأذاقهم الله الخزي في الحياة الدنيا ولعذاب الآخرة أكبر لو كانوا يعلمون.
ما شاء الله. بارك الله فيكم جميعا. اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. كفارة المجلس وركبر اللربري سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. بارك الله.